ഹലോ, അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗ്രേവിയോട് കൂടിയിട്ട് ചിക്കന് വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാന്ന്. നമുക്ക് ഉച്ചക്കത്തെ ഊണിക്കൊക്കെ കറിയൊന്നും ഇല്ലാത്ത ഒരു രീതിയിലേക്ക് നമുക്ക് ആ ഒരു കറി തന്നെ ഗ്രേവിയോട് തന്നെ നമുക്ക് നല്ല വയറ് നിറച്ച് ചോറുന്ന രീതിയിലേക്ക് ഒരു ഗ്രേവി എൻ്റെ രീതിയിലേക്ക് ഞാനൊന്ന് തയ്യാറാക്കണത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു പാന് വെച്ച് പാനിലേക്ക് നമ്മൾ ഒരു വെളിച്ചെണ്ണ പാർന്നതിൻ്റെ ശേഷം പട്ട, പൂവ്, ഗ്രാമ്പു ഇട്ട് ഒന്ന് പൊട്ടിയതിൻ്റെ ശേഷം നമ്മൾ ഒരു ടീസ്പൂണ് വലിയ ജീരകമില്ല, ആ വലിയ ജീരകം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളൊരു 4 വലിയ ഉള്ളി നല്ല മീഡിയം സൈസിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് 3 പച്ചമുളകും കൂടെ ചേർത്തിട്ട് 1 ടീസ്പൂൺ ഉപ്പും ചേർക്കുക. ഒന്ന് പെട്ടെന്ന് നമുക്കൊന്ന് വാടി കിട്ടണമെന്നായിട്ട് ഞാനത് ചേർക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മളൊരു 3 തക്കാളി ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ആ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് കനം കുറച്ച് അരിഞ്ഞത് അതും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമ്മളൊന്ന് മൂടി വെക്കണം. ആ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ മൂടി വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു വെന്ത് കിട്ടാനാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ടും ലൈക്കും ബെല്ലൈക്കൺ ഒന്ന് അമർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ തക്കാളി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്തിട്ടതിന് ശേഷം നമുക്കതിൽ കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പൊടി ചേർക്കുന്നത് ഞാനൊന്ന് പറഞ്ഞു തരാം. ഒരു 3 ടീസ്പൂൺ വലിയ ഏത് തരം നമുക്ക് വീട്ടിൽ ഏത് തരം സ്പൂണാണെന്ന് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത്, പിന്നെ നമ്മൾ ചിക്കൻ്റെ അളവ് എത്ര ഉണ്ട് വെച്ചാൽ അത് കണക്കാക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളകും പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് ചെറിയ 1/2 ടീസ്പൂണ് പെരുംജീരകപ്പൊടിയും കൂടെ ചേർത്തിട്ട് പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കൂട്ടി യോജിപ്പിച്ച് പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കഴുകി വെച്ച് ചിക്കൻ ഒന്ന് ചേർത്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ലേശം കൂടെ ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ അതും ചേർക്കണം. പിന്നെ ഒരു 2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് നല്ല ഒന്ന് ഇളക്കിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കതൊന്ന് കുക്കാക്കി എടുക്കുക. നമ്മൾ ചെറിയ ഫ്ലെയിമിലാണ് നമ്മളിത് തീയിടേണ്ടത്. എങ്കിലേ നമുക്ക് ഇതിൻ്റെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ നല്ലോണം ഒന്ന് എണ്ണ തെളിയുന്നത് വരേക്കും നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. എണ്ണ നല്ല മേലെ ഇങ്ങനെ തെളിഞ്ഞ് വന്നെങ്കിൽ നമുക്കിത് കുക്കായി എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ നല്ല നാടൻ കറിവേപ്പില 2 തണ്ട് ഇട്ട് പിന്നെ അതിൽ കുറച്ച് പച്ചപ്പ് പൊതിന നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ എന്താ നമ്മളെ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ഇതിവിടെ റെഡി ആയിട്ട് ഞാൻ ഇതൊന്ന് തണുത്തതിന് ശേഷം ഇത് ഒന്നും കൂടെ നമുക്കൊരു തിക്കായിട്ട് ഉള്ളൊരു ഗ്രേവി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനൊന്നും കൂടെ പറയാം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളിവിടെ ഇത് ഉച്ചക്കത്തെ ഊണിലേക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ പൊറാട്ടയുടെ കൂടെ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ഉച്ചത്തെ ഊണിലൊക്കെ ഇപ്പോൾ നമുക്ക് കറി ഇല്ലെങ്കിൽ ചിക്കൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിതൊന്നിങ്ങനെ ഈ രീതിക്കൊന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അത് നമ്മൾ നോക്കി നല്ല ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എരിവും പുളിയൊക്കെ പാകത്തിന് നമ്മൾ ഇട്ടതുകൊണ്ട് നമുക്ക് വല്ലാണ്ടൊരു മടുപ്പ് വരാത്ത രീതിയിലേക്ക് നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണ രീതിയിലേക്ക് ചിക്കനൊക്കെ നല്ല ഒരു രീതിയിലേക്ക് നല്ല ഉടയാത്ത രീതിയിലേക്ക് നമുക്ക് നല്ല പാകത്തിന് അതൊരു കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. അത് എൻ്റെ രീതിയിലേക്കുള്ളൊരു ചിക്കൻ ഗ്രേവി വരട്ടി തന്നെ ഞാൻ ഈ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക.